ഗുരുവായൂരിൽ തുളസിത്തറയെ അവഹേളിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ. പുണ്യമായ തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത ഹൈന്ദവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതായി കോടതി നിരീക്ഷിച്ചു. അബ്ദുൽ ഹക്കീമിനെതിരെ പോലീസ് നിയമ നടപടി എടുക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മയും ആനന്ദും ചേരുന്നുണ്ട്. രേഷ്മ, ഇതുതന്നെയായാലും ഹൈക്കോടതിയുടെ നിർണായകമായൊരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ആ ഒരു നിർദ്ദേശം തന്നെയാണ്. പ്രതിക്കെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു അവഹേളനം നടത്തിയ ആൾക്കെതിരെ കൃത്യമായൊരു നടപടി ആദ്യഘട്ടത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. വിഷ്ണു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. തുളസിത്തറയെ അപമാനിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത അബ്ദുൽ ഹക്കീമിനെതിരെ പോലീസ് നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഈ ദൃശ്യങ്ങൾ, അതായത് അബ്ദുൽ ഹക്കീം സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധത്തിനിടയാക്കുകയും അത് പലരും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് പങ്കുവെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട്, അതായത് ഇത്തരമൊരു ദൃശ്യം മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് ആരോപിച്ചുകൊണ്ട് ശ്രീരാജ് കൈമളിനെതിരെ പോലീസ് നേരത്തെ കേസ് എടുത്തിരുന്നു. ഈ കേസിൽ ശ്രീരാജ് കൈമളിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി പ്രസ്തുത നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. തുളസിത്തറ എന്ന് പറയുന്നത് ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം പുണ്യമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ്. അത്തരമൊരു ഇടത്തിൽ ഈ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്തതിലൂടെ ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തി എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും പോലീസ് കേസെടുക്കാതിരുന്നതിനുള്ള ഒരു വാദമായിട്ട്, ഒരു ന്യായമായിട്ട് ഉന്നയിച്ചിരുന്നത് ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള അബ്ദുൽ ഹക്കീമിന് മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഒരു ഹോട്ടലിന്റെ ഉടമയാണ്, അതായത് നാഷണൽ പാരഡൈസ് എന്ന ഫാമിലി റെസ്റ്റോറന്റിന്റെ ഉടമ കൂടിയാണ്, അതിന്റെ ലൈസൻസിന്റെ ഉടമയാണ് അബ്ദുൽ ഹക്കീം. മാനസിക പ്രശ്നമുള്ള ആളാണെങ്കിൽ എങ്ങനെയാണ് ആ ലൈസൻസ് കൈവശം വെക്കുന്നത് തുടരാൻ സാധിക്കുക? അതോടൊപ്പം തന്നെ ഈ ബെയിലിന്റെ വാദത്തിനിടയിൽ ശ്രീരാജ് കൈമളിന്റെ അഭിഭാഷകനായിട്ടുള്ള R കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട്. അബ്ദുൽ ഹക്കീമിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. മാനസിക പ്രശ്നമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ സാധിക്കുക? ഇതടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് അബ്ദുൽ ഹക്കീം നേടിയെടുത്തത്? മാനസിക പ്രശ്നമുള്ള ഒരാളാണെന്നുള്ള വാദം അത് ശരിയാണെങ്കിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയത്? ഇതിലും കൃത്യമായിട്ടുള്ള അന്വേഷണം പ്രസ്തുത അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളടക്കം അഭിഭാഷകൻ ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ ഈ ഒരു മതവികാരത്തെ അല്ലെങ്കിൽ ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ള നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പ്രതിഷേധം അറിയിച്ച ആളുകളെ അവർക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള പ്രതികാര നടപടികളിലേക്ക് കടന്നത്. പക്ഷേ അബ്ദുൽ ഹക്കീമിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ കൂടി പോലീസിന് സാധിച്ചിരുന്നില്ല. അതിന് പറഞ്ഞിരുന്ന ഒരു ന്യായമായിരുന്നു മാനസിക നിലയിലുള്ള പ്രശ്നം, അതായത് മാനസിക പ്രശ്നമുള്ള ആളാണ് അബ്ദുൽ ഹക്കീം എന്നുള്ള കാര്യം. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഉത്തരവിൽ നിശ്ചിത ഭാഷയിലുള്ള വിമർശനം ഉണ്ടായതുകൊണ്ടും ഒപ്പം തന്നെ പോലീസ് എന്തുകൊണ്ടാണ് കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം ഈ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത വ്യക്തിയിലേക്ക് കൊണ്ടുപോകാഞ്ഞത് എന്നുള്ള ചോദ്യം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, നിയമപരമായിട്ടുള്ള നടപടി അബ്ദുൽ ഹക്കീമിനെതിരെ എടുക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നടപടി എടുത്തേ മതിയാകൂ. എന്തായാലും ഈ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പലർക്കുമെതിരെ കേസെടുത്തത്. പക്ഷേ ആ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തി അബ്ദുൽ ഹക്കീമിനെതിരെ പോലീസ് കേസെടുത്തിരുന്നില്ല. ഇക്കഴിഞ്ഞ, അതായത് ഈ വർഷം തന്നെ ജനുവരി ആദ്യവാരമായിരുന്നു ഈ ഒരു സംഭവം പുറത്തു വന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് മറ്റൊരു, അതായത് ഈ ഹോട്ടലിന്റെ തൊട്ടപ്പുറത്തെ മറ്റൊരു സ്ഥാപനത്തിന്റെ ഉടമയോടുള്ള വൈരാഗ്യം കാരണമാണ് താൻ ഈ പ്രവൃത്തി ചെയ്തതെന്നായിരുന്നു പിന്നീട് അബ്ദുൽ ഹക്കീം നൽകിയ വിശദീകരണം. എന്തായാലും അബ്ദുൽ ഹക്കീമിനെതിരെ എന്തുകൊണ്ടാണ് പോലീസ് നടപടി സ്വീകരിക്കാതിരുന്നത്? ഇതിൽ സമഗ്രമായിട്ടുള്ള ഒരു
അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. വിഷ്ണു. യെസ്, ആനന്ദ് പുത്തൂർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ആനന്ദ, ഒരുപക്ഷെ ഹൈക്കോടതിയുടെ നിർണായകമായൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ഹൈന്ദവ സംഘടനകളും ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും വിഷ്ണു, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ തുടക്കത്തിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ അധിക്ഷേപം നേരിട്ടെന്ന് പറയുന്ന ഈ തുളസിത്തറയിൽ ശുദ്ധിപൂജകളും ശുദ്ധികലശവും എല്ലാം ഈ ഹൈന്ദവ സംഘടനകൾ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. BJP അടക്കമുള്ള സംഘടനകളും അതിൽ സഹകരിച്ചിരുന്നു. അതുപോലെ തന്നെ BJPയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം, പരസ്യ പ്രതിഷേധം തന്നെ ഇയാളുടെ ഈ ഹോട്ടൽ ഉടമയുടെ ഹോട്ടലിലേക്ക് രാത്രി നൈറ്റ് മാർച്ച്, പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇയാളുടെ ഇത്തരത്തിലുള്ള ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്നും അതുപോലെ തന്നെ ഇയാളെ വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും BJPയുടെ സംഘടനകൾ കോർപ്പറേഷനിലും അതുപോലെ തന്നെ വാഹന വകുപ്പിലും എല്ലാം പരാതികൾ നൽകിയിരുന്നു. എന്തായാലും ആ സമയത്തെല്ലാം ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക രോഗിയാണെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു ഹോട്ടൽ നടത്താനുള്ള ലൈസൻസ് അനുവദിക്കപ്പെട്ടത്? അപ്പോൾ ആ സമയത്ത് ഇതൊന്നും പരിശോധിക്കപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന അതിനേക്കാൾ ഏറ്റവും അപകടമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാഹനത്തിന് ലൈസൻസ് നൽകുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വർഷങ്ങളായി ഈ രോഗമുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമുള്ള ഈ ഒരു മാനസികാവസ്ഥയുള്ള ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് അനുവദിച്ചത് എന്നുള്ള ഒരു ചോദ്യവും ആ സമയത്ത് ഉയർന്നിരുന്നു. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. പൊതുവെ ഈ സമൂഹം വളരെ സന്തോഷത്തിലാണ് ഈ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികൾ തുടരാൻ തന്നെയാണ് സാധ്യത. വിഷ്ണു. ശരി, ആനന്ദും രേഷ്മയുമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.